അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കോർടെക്സ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ഹൊറർ ഗെയിമാണ്. ഗ്രാനി 3 എന്ന് പറയുന്ന ഹൊറർ ഗെയിമാണ്. ഇന്ന് നമ്മളെ കൂടെ കുട്ടപ്പൻ ഉണ്ട്. പക്ഷേ കുട്ടപ്പൻ കളിക്കുന്നില്ല, മൾട്ടിപ്ലെയർ അല്ല. പക്ഷേ നമ്മളെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് കുട്ടപ്പൻ കൂടെ ഉണ്ട്. അപ്പോൾ കുട്ടപ്പൻ സേ ഹായ്. ഓക്കെ, കുട്ടപ്പനാണ് ഏറ്റവും കൂടുതൽ ഈ ഗെയിം കളിച്ചിട്ടുള്ളത്. കുട്ടപ്പൻ, എന്താണ് നിൻ്റെ അഭിപ്രായം? എങ്ങനെയാണ്? കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേസ് നമുക്കിപ്പോൾ തന്നെ കളിക്കാം. അപ്പോൾ ഞാൻ ഓക്കെ, ഗ്രാനി 1 ഇതിന് പാർട്ടുകളുണ്ട്. 1, 2, 3 പാർട്ടുകളുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു കോട്ടയിലേക്ക് പോകും. കോട്ടയിലേക്ക് പോകുന്ന സമയത്ത് ഏതോ ഒരാൾ വന്ന് അടിച്ച് നമ്മളെടുത്തിട്ട് നേരെ കൊണ്ടുപോയി ജയിലിലെടുത്തിടും. അവിടുന്ന് എസ്കേപ്പ് അടിക്കലാണ് നമ്മളുടെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകാം. അപ്പോൾ മുതലാളി ജങ്ക ചൊക്ക ചൊക്ക. നമ്മൾ ഈസിയാണ് ചൂസ് ചെയ്യുന്നത്. ഞാനിതുവരെ കളിച്ചിട്ടില്ല. ഒറ്റ തവണ മാത്രം മര്യാദയ്ക്ക് ജസ്റ്റ് ഒന്ന് റാൻഡംലി കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. ക്വാളിറ്റി ഹൈ, നൈറ്റ്മെയർ എന്ന് പറഞ്ഞൊരു മോഡുണ്ട് ഇതിൽ. നൈറ്റ്മെയറിൻ്റെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫിറോഷ്യസ് ആയിട്ടും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് കാണാം. കണ്ടോ? പക്ഷെ നമുക്ക് തുടക്കമായത് കൊണ്ട് നമുക്കിത് ചൂസ് ചെയ്യണ്ട. നമുക്ക് കുറച്ച് അത്രയ്ക്ക് വയലൻസ് വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ കുറച്ച് ടിപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. 5 ദിവസം നമുക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ നമ്മൾ കളിച്ച് ഈ കളി തീർത്തിരിക്കണം. നമുക്ക് ബെഡിന് കയ്യിലുണ്ടാവും. 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ആദ്യം തൊട്ട് കളിച്ചു കൊടുക്കേണ്ടി വരും. 5 ദിവസത്തില് ഫുള്ള് ചെയ്ത് തീർക്കണം. ഓക്കെ, ഇങ്ങനെയാണ് കുട്ടപ്പൻ പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ലെൻഡ്രീന എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവ കാണാൻ ഒരിക്കലും പാടില്ല എന്നാണ് നമ്മുടെ ടിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സ്ഥലത്ത് ഇടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മളുടെ ഗ്രാനി തള്ള വന്ന് നമ്മളെ പിടിക്കുന്നതാണ് പറഞ്ഞത്. ഈ തള്ളനെ കൊണ്ട് ആ തള്ളനെ വരെ ഗെയിം കണ്ടിട്ടില്ല. നോക്കട്ടെ, ജസ്റ്റ് നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഇതിൽ ഗ്രാഫിക്സിന് വേർഡ് പോലും നമ്മളവിടെ ഉപയോഗിക്കരുത്. ഇത് അങ്ങനത്തെ ഒരു ഗെയിം അല്ല. നമ്മൾ ഓൾറെഡി ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇൻട്രോയിലേക്ക് പോകുന്നത്. നമ്മൾ ഗേറ്റ് തുറക്കുന്നു, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നു. നമ്മൾ ഒരാവശ്യമില്ലാതെ വീടിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുന്നു. അതാണ് കഥ. അപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു സെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ എന്താണെന്നുള്ളത് വാതിൽ തുറക്കണം. നിങ്ങളുടെ വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ ലോക്ക്ഡ് ആണ്. അപ്പോൾ നമുക്കവിടെ താഴെ ഒരു യെല്ലോ സാധനം കാണാം. നമുക്ക് അതിലേക്ക് നമ്മളെ പോയിൻ്റർ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും വരും. പിക്കപ്പ്. അപ്പോൾ നമുക്കിനി നേരെ വാതിൽ തുറക്കാം. അങ്ങോട്ട് തുറക്ക് വാതിലങ്ങോട്ട്. ഇതിങ്ങനെ ലോഡായി വരാൻ കുറേ സമയം എടുക്കില്ലേ കുട്ടപ്പ? യെസ്, നമ്മൾ വാല് തുറന്നു. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? തെക്കോട്ട് വടക്കോട്ട്? എന്തോ സാധനം വരുന്നു. എവിടെ? ബെഡിലല്ലേ നമ്മൾ ഹൈഡ് ചെയ്യാൻ പറ്റിട്ടെന്ന് പറഞ്ഞിട്ടുള്ള വാർഡ്രോബിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും? തരനാഴിക്കാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. മെല്ലെ പോയാൽ മതി, ഒരു തിരക്കില്ല. നമുക്ക് മെല്ലെ ഒളിഞ്ഞു നോക്കാം ഗൈസ്. ചേച്ചിയെ ചോറായോ ചേച്ചിയെ? ഇവിടെ ആരുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് കുട്ടപ്പ പോകേണ്ടത്? സ്ട്രെയിറ്റ് പോകണോ? സ്ട്രെയിറ്റ് പോയാൽ ഒരു മൂഡില്ല. നമുക്കിങ്ങനെ പോവാം. നമുക്ക് പാത്തും പതുങ്ങിയും പോവാം. എന്നാ ഓടാം. കാര്യം തുറന്നു വിടണം നമുക്ക്. ഹൈഡിങ് പ്ലേസ്. നമ്മളെ കൂടെ വേറെ ആരും രക്ഷിക്കാൻ പറ്റുമോ? ഇതാ ഏതോ ഒരു പാവം പിടിച്ച മനുഷ്യൻ ഇവിടെ വന്ന് അസ്ഥിക്കൂടം തലയോട്ടി അയക്കണ്. പാവം. പക്ഷെ നമുക്ക് കിട്ടി. പക്ഷെ കിട്ടിയിട്ട് വലിയ കാര്യമില്ല. എനിക്കിതിലെ ഭവാനി തള്ളനെ കണ്ടാൽ ഞാൻ ഉണ്ടല്ലോ എറിഞ്ഞു കൊല്ലും. ഓടും. നമുക്ക് നല്ല സൂക്ഷ്മതയോടെ സമചിത്തയോടും കൂടെ നമുക്ക് എണീറ്റാലോ. ഉല്ലാസപൂത്രികൾ. ഇവിടെ ഒരു തെണ്ടിയില്ലെന്ന് തോന്നുന്നു. ഉല്ലാസപൂത്രികൾ കണ്ണിലടിഞ്ഞവളെ. നമുക്ക് നല്ലൊരു മുൻകരുതൽ എന്നുള്ള നോക്കിയിട്ട് പോവാം. ബാക്കി ആരുമില്ല. ആരുണ്ടോ? തുറക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മളെ ഹൈഡിങ് പ്ലേസ് ആണല്ലേ. നമുക്കെന്തോ കാത്ത അവിടെ ഇരിക്കും. ബാറ്ററി ആണെന്ന് തോന്നുന്നു. ബാറ്ററി. ഷോട്ട് ഗൺ ആമോ.
ഷോട്ട് ഗൺ കിട്ടിയില്ല. അയ്യാ നമുക്ക് ഷോട്ട് ഗണ്ണും വേണം. നമ്മളിവിടെ ഇതൊന്നും വാലടക്കി വാലടക്കി. അയ്യോ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ സാധനം. അയ്യോ ഓ പകുതി ജീവൻ പോയി. ഇതേതാ ഈ തള്ള? ഭാഗ്യം ചത്തില്ല പണ്ടാരം. ഓ എൻ്റെ ഗായ്സ് ഇത് റിയലി ഭയങ്കര ഹൊറർ ഗെയിമാണ്. കുട്ടികൾ ആരും ഇത് കളിക്കരുത്. ഇതാണ് നമ്മുടെ വാർഡ്രോബ് എന്ന് പറയുന്ന സാധനം അല്ലേ? യെസ്, നമുക്ക് ഇവിടെയാണ് നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം ഗൈസ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആ പ്രേതം പോയിണ്ടോ അവിടെ വടേക്ഷി? ഒളിഞ്ഞിരിക്കും ഇപ്പൊ വെറുതെ ഒരു രസം. ഇനി ചിലപ്പോ ഒളിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലോ? നമുക്കിനി എങ്ങോട്ടാ പോവാ? ഷോട്ട് ഗണ്ണില്ലാതെ ആമോ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഈ വീടിന്റെ പുറത്തല്ലേ നമ്മൾ കാണുന്നേ? ഓ ശരിയാണ്. ഇതെന്താ മിന്നണത്? മിന്നുന്നത് എന്താണ്? ഹരി അമ്മൂമ്മയാ? ഇതെന്താ സാധനം? ഇതെന്താ വടിയോ? എന്തോ നമുക്ക് ഗൈസ് അങ്ങനെ നമ്മളെ തലമണ്ടയ്ക്ക് അടിച്ച ചേച്ചി കൊന്നു ഗൈസ്. നമ്മളാ കണ്ട വടേക്ഷിയാണോ ആ സ്ലെൻഡ്രീന എന്ന് പറഞ്ഞ സാധനം? ഓ ഗൈസ് ഭയങ്കരമായുള്ള ഒരു ഗെയിമായിരുന്നു. നമ്മൾ വീണ്ടും എവിടെ എത്തിയെന്നുള്ളത് വെച്ചാൽ അവിടെ തന്നെ നമ്മൾ എത്തിക്കുന്നു. നമുക്ക് പോവാം. നേരെ പോവാം ഗൈസ്. വളഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, നേരെ പോവാം. വാതിലും തുറക്കാത്തത്? തുറക്കുവാതിലേ അങ്ങോട്ട്. എനിക്കാരെയും പേടിയില്ല. ഞാന് തീയിലല്ല കനലിൽ ചുട്ടുകൊടുത്തവനായി കുട്ടിയച്ഛൻ. ആരടാ എന്നെ പിടിച്ച് കെട്ടാൻ ഇവിടെ എത്ര ധൈര്യം? വാടാ സിറന്ന്. ആരേലുണ്ടോ? അയ്യോ അതെ ഓടിക്കോ. ഇവിടെ ഒളിച്ചിക്കാവുന്ന സ്ഥലമില്ലേ? ഓ ഭാഗ്യ ആ സാധനം പോയി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ബുദ്ധിയല്ല ഗൈസ്. ഇതെന്താ സാധനം? ഈ വീട് നിറച്ചും തുളയാണല്ലോ ദൈവമേ. എന്താ കോന്നില്ല? അയ്യോ ആണ് സംഭവിച്ചേ. ഓ മൈ ഗോഡ് ഗൈസ് ഈ ഗെയിം റിയലി സ്കേറിയാണ്. ഞാൻ കുട്ടികളോടൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളുടെ 3ാമത്തെ ദിവസമായി, 5ാമത്തെ ദിവസത്തിലെ 3ാമത്തെ ദിവസം. ഇതുവരെ നമ്മൾ എസ്കേപ്പ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഇനി ഭാഗം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്താൽ മതി. ഓവറോൾ ഇതൊരു ഗുഡ് ഗെയിമാണ്. നല്ലൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളുണ്ട്. സർവൈവൽ ഗെയിമാണ് എക്സാക്ട്ലി. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കളിക്കാൻ പറ്റും. അപ്പോൾ ഈസിയായി നമുക്ക് മര്യാദ കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി സെക്ഷൻ വേണമെങ്കിൽ അത് എക്സ്ട്രീം എന്താണെന്ന് അറിയില്ല. മൊത്തം വടയക്ഷികളും സോംബികളും ആയിരിക്കും തോന്നുന്നത്. അത് 1000 വടയക്ഷി, അത് ആ സീനൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ, ടേക്ക് കെയർ ആൻഡ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ. നമ്മളിത് പിൻ ചെയ്യുന്നത് വെക്കുന്നതാണ്. അപ്പോൾ ബൈ.